അപ്പോൾ ഈ ഏഞ്ചൽസ് എന്നുള്ള കോൺസെപ്റ്റ് സാർ, അപ്പോൾ ഈ അനിർബാൻ ബന്ദോപാധ്യായ അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങളുടെ അല്ലെങ്കിൽ ഈ പഠനങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെ ബ്രെയിൻ, അതായത് ബ്രെയിനിലൂടെ നടക്കുന്ന സംവേദനങ്ങൾ, അപ്പോൾ അതിലൂടെ കാണുന്ന കാഴ്ചകളിലേക്ക് നമ്മൾ ഒരു എന്താണ് നമുക്കൊരു അല്ല ഞാൻ ചോദിച്ചത് അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അതെ അല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ഒരു ബോധമുണ്ടെന്നാണ്. അതെ അല്ല ഞാൻ ചോദിച്ച ബോധത്തിന്റെ തലങ്ങൾ ഉയരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കാഴ്ചകളിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അതേക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നില്ല. അല്ല സാറിന്റെ കാഴ്ചപ്പാട് ഇതിനോട് ലിങ്ക് ചെയ്ത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്യൂർ സയൻസ് അല്ലേ? അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ സയൻസിന്റെ അല്ലെങ്കിൽ ഇത് സയന്റിഫിക് ആണല്ലോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഹയർ തലങ്ങളിലുള്ള എന്നെക്കാളും കൂടുതൽ സ്പിരിച്വൽ ആണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഒരിക്കലും സ്പിരിച്വൽ ആയിട്ട് ലിങ്ക് ചെയ്യുന്നില്ല. സയൻസിന്റെ രീതിയിലല്ലേ അവതരിപ്പിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഒരു ക്ലാസ് ഓഫ് ആൾക്കാർ ഇരിക്കുന്നിടത്ത് പുള്ളിക്ക് അത് പ്രസന്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അൺസയന്റിഫിക് അല്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കാരണം ഞാൻ അതാ ചോദിച്ചത്. ഡയമെൻഷൻ ഉണ്ട്. മാഡം പറഞ്ഞ പോലെ നമ്മളൊരു നോർമൽ ലൈഫിനകത്ത് ഡെത്ത് ആഫ്റ്റർ ഡെത്തിന്റെ മൈഗ്രേഷൻ ലെവലുകളുണ്ട്. അതിന് മുകളിലോട്ട് കിടക്കേണ്ട പല ലെവലുകളുണ്ട്. പൂർണ്ണമായ മോക്ഷം എന്ന് വെച്ചാൽ എവിടെയാണ് ബിഗിൻ ചെയ്ത് അവിടേക്കാണ്. ഇപ്പോൾ മാഡം 7 പ്ലെയിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? പക്ഷെ ഹിന്ദു ഫിലോസഫി നിങ്ങൾ കേട്ടിട്ടുണ്ട് 7-14 ലോകം എന്നാണ്. എന്താണ് അങ്ങനെ പറഞ്ഞത്? എല്ലാത്തിനും നേരെ ഓപ്പോസിറ്റ് സൈഡ് ബയലാറ്ററൽ സിമെറ്റ് പോലെ തന്നെ അതിന് താഴേക്കുള്ള ഒരു കാര്യമുണ്ട്. അത് എന്ത് എനർജിയാണ് ഇവിടെ? അപ്പം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നാഷണൽ ജിയോഗ്രഫിക് ചാനലോ മറ്റോ പണ്ട് ഒരു വീഡിയോ അവർ ചെയ്തിരുന്നു. നാഷണൽ ജിയോഗ്രഫിക് ആണോ ഹിസ്റ്ററി ചാനൽ, ഞാനത് മറന്നുപോയി. അത് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു മിറർ ഇമേജ്. നമ്മളൊരു കണ്ണാടി വെച്ചിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ കണ്ണാടിയിലോട്ട് എങ്ങനെ നടന്നു ചെല്ലുന്നു, അപ്പോൾ ആ നമ്മുടെ പ്രതിബിംബം അവിടെ ഇങ്ങോട്ട് നടന്നു വരും അല്ലേ? ഈ പറഞ്ഞ പോലെ പാരലൽ വേൾഡുകളുണ്ടെന്നാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിന് തന്നെ ടൈം റിവേഴ്സ് ഓടുന്ന പ്ലേസുകൾ, അതിലുള്ള ലോകങ്ങൾ, അതിന് മുകളിലോട്ടുള്ള ലോകങ്ങൾ, സൃഷ്ടിയുടെ ഏറ്റവും ശുദ്ധമായ തലങ്ങളിലോട്ടുള്ള കാര്യങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ ടെക്സ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകാനുള്ള മാർഗവും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കതറിയാം. അല്ലാതെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ ഒരിക്കലും പ്യൂറായിട്ടിരിക്കുന്ന ഒരു തന്ത്രശാസ്ത്രങ്ങളും പറയാറില്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾ നേരിട്ട് കാണുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള മാർഗം നിങ്ങൾക്കത് മനസ്സിലാക്കി ചെയ്താൽ മതി. നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പൊക്കണം. നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം പോയതുപോലെ കണ്ടു, താല്പര്യമില്ല, ഏരിയക്ക് ഇല്ല, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പോയി. പക്ഷേ പിന്നെയും അല്ല, ഒരിക്കലും പിള്ളേർക്ക് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കുന്നില്ലാണ് അല്ലേ? ഒരിക്കലും ഇതിൻ്റെ ടേസ്റ്റുകൾ അറിഞ്ഞ് വരുമ്പോൾ ഇത് പറ്റും. വീണ്ടും വീണ്ടും നമുക്ക് കാണാനുള്ള ടെൻഡൻസി ഉണ്ടോ? മാഡം പറഞ്ഞ പോലെ നമ്മൾ ഈ ആസ്ട്രൽ പ്ലെയിനുകളിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷൻ. നമ്മൾ ഞെട്ടിപ്പോകും. ഇതെങ്ങനെയാണ് ഈ സ്പേസിൽ, സൂപ്പർ സ്പേസിൽ എങ്ങനെയാണ് നിൽക്കുന്നത് പോകും. നമുക്കതിൽ കൂടെ നടക്കാം പറഞ്ഞു സാർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇത് ചെയ്ത് ചെയ്യാൻ പറ്റുക? നമ്മൾ കാണാത്ത ഡയമെൻഷൻസ്, വളരെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് വരെ നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതൊരു ഹലൂസിനേഷൻ ആണോ നമ്മൾ വേർതിരിച്ചിട്ടുണ്ട് കാര്യങ്ങളുണ്ട്. രണ്ടും ഉണ്ടാവാം. അപ്പോൾ അവിടെയാണ് നമുക്കൊരു ഗൈഡൻസ് വേണ്ടത്. ഇതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൊണ്ടുപോവുക അല്ലേ? ഈ DMT-യുടെ എക്സ്പെരിമെൻറ്റുകളിലൊക്കെ അത് കാണിക്കുന്നുണ്ട്. ഇപ്പം DMT-യെ കുറിച്ച് ഡൈമീഥൈൽ ട്രിപ്റ്റാമിൻ, നമുക്ക് ഈ ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ, ഇൻ്റർമീഡിയറ്റ് കെമിക്കലാണ്. മെലാറ്റോണിൻ, ഡൊപ്പാമിനൊക്കെ ആയിട്ട് മാറുന്ന പ്രോസസ്സിൽ നിൽക്കുന്ന DMT, ഡൈമീഥൈൽ ട്രിപ്റ്റാമിൻ. ഇതിനകത്ത് നടത്തിക്കുന്ന റിക്ക് സ്ട്രാസ്മാൻ MD ഇദ്ദേഹം നടത്തിക്കുന്ന ഒരു റിസർച്ചാണ്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളാണ് ഇപ്പോൾ പലപ്പോഴും ഡ്രഗുകളിൽ പലപ്പോഴും പിള്ളേർ ഉപയോഗിക്കുന്നത്. DMT, സൈലോസബിൻ, മഷ്റൂംസ്, ഇവയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ആസ്ട്രൽ പ്ലെയിനിലോട്ടുള്ള ആക്സസ് കൊടുക്കുന്നതാണ്. ഇതിനകത്ത് നടന്നിരിക്കുന്ന രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തു പറയാൻ കാര്യം, ഇതൊരു ഹല്യൂസിനേഷൻ ആണെങ്കിൽ ട്രയൽ ആൾക്കാരിൽ മുഴുവൻ ഒരേ റിസൾട്ടുകൾ കിട്ടരുത്. ഭൂരിഭാഗം പേരുകളിലും ഒരേ റിസൾട്ടുകൾ കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം. എങ്ങനെ കിട്ടുന്നു? വെറും ഹല്യൂസിനേഷൻ ആണെങ്കിൽ ഞാൻ കാണുന്ന നീല കളറാണെങ്കിൽ ഇദ്ദേഹം പച്ച കളർ കാണുന്നു. ഒരേ കാര്യങ്ങൾ ട്രയൽ ഗ്രൂപ്പുകളിൽ കാണുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റിസർച്ചിനകത്ത് കോൺക്രീറ്റ് ആയിട്ട് സംതിങ് ഉണ്ടെന്നുള്ളതാണ് അല്ലേ?
എബോ 80%. കാരണം എബോ 80% എന്ന് പറയുമ്പോഴത്തേക്കും 20% തെറ്റില്ലെന്ന് പറയാം. ഇന്ന് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ വിജയ ശതമാനം 60 ഉള്ളൂ. നമ്മൾ ആൾക്കാർ കേൾക്കണം. അല്ല, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അല്ല, അത് ഒരു വണ്ടർഫുൾ മെഡിസിനാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പേരുടെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു മേജർ സാധനമാണ്. ഒരു ജീവൻ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റവും നല്ല മെഡിക്കൽ വിഭാഗം തന്നെയാണ് എന്ന് വെച്ചുകൊണ്ട് മറ്റൊരു മുഴുവൻ പാടെ തള്ളിക്കളയുന്നതിനേക്കാളും നല്ല ഇതിൻ്റെ സമൂലമായിട്ട് ജനങ്ങളുടെ നന്മയാണ് ഉദ്ദേശമെങ്കിൽ ഇതിൻ്റെ ഒരു മെർജിങ് ആണ് നല്ലത്. പക്ഷെ മെർജിങ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചില സ്ഥാപിത താല്പര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളുണ്ടാവാം. എല്ലായിടത്തും പൊളിറ്റിക്സ് ആണ്, അതൊരു സാമ്പത്തികം, പവർ, ഇതൊക്കെയാണല്ലോ അടിസ്ഥാന കാര്യങ്ങൾ. അതിനകത്ത് ഇപ്പം ഞാനും അങ്ങനെ ഞാനും മാഡോട് കൂടി ഒരു പാരാസെറ്റമോൾ കമ്പനി ഇടുകയാണ്, നാളെ പോലെ ഇടുകയാണ്. 3 ടണ്ണാണ് മാസം പ്രൊഡക്ഷൻ. എന്ത് ചെയ്യണം? 3 ടണ്ണ് വിറ്റാലേ നമുക്ക് കാശുണ്ടാവുള്ളൂ. പനിയുള്ളവർ മാത്രം മേടിക്കുക, അതുകൊണ്ട് 100 ഗ്രാമേ വിൽക്കുന്നുള്ളൂ എന്ന് കമ്പനി ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലേ? സ്വാഭാവികമായിട്ടും എനിക്ക് 3 ടണ്ണുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഞാൻ ചെയ്യണം. മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവണം, പനി വരണം, അല്ലേ? അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണോ എന്ന് പറയാൻ പറ്റുമോ? ശരിയല്ലേ? ഇതാണ് അതിൻ്റെ പ്രോബ്ലം, അല്ലേ? അപ്പോൾ അത് പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ പ്രോബ്ലം ആണ്, പ്രോബ്ലം അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. അതിനൊരു മിഡിൽ വേ നമ്മൾ കണ്ടെത്തുക, അല്ലേ? അപ്പോൾ മിഡിൽ വേയിൽ കൂടി അവനവൻ്റെ ബുദ്ധികളാതെ അവനവന് കിട്ടാവുന്ന കാര്യങ്ങളിൽ നോളജ് ആയിക്കൊണ്ട് മാഡത്തിനെ പോലുള്ളവരുടെ ഗൈഡൻസോടു കൂടിയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസോടു കൂടി തന്നെ കൂടുതൽ പേരെ നമുക്ക് ബെറ്റർമെൻറ്റിലോട്ട് നയിക്കാൻ നമ്മളിൽ ആവാമെന്ന് ചെയ്യുക. അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ, അല്ലേ? വളരെ ചെറിയൊരു ലൈഫ്. ഈ ലൈഫിനകത്ത് തിരിച്ചറിയാൻ വൈകിപ്പോയതിൻ്റെ വിഷമത്തിലൊക്കെ ഞാനും അത് പലപ്പോഴും ഞാൻ സാറിനോട് പറഞ്ഞല്ലേ, ഞാൻ പലപ്പോഴും പല ദിവസങ്ങളിലിരുന്ന് കുറേ സമയം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഈശ്വര ലേറ്റ് ആയിപ്പോയല്ലേ. കാര്യം നമുക്ക് ആ ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നു. അതിന് വിജയ് സാറിനെ പോലെയുള്ള ആളുകളെ ഈശ്വരനായിട്ട് കാണിച്ചു തന്നു. അത് വലിയ നിയോഗമാണ്. പ്രകൃതി സെലക്ട് ചെയ്യുന്നതാണ്. അതെ അതെ, പറഞ്ഞത് അങ്ങനെ സെലക്ട് ചെയ്തു. അദ്ദേഹത്തിന് മറ്റേത് സാധ്യതകളിലേക്ക് പോകേണ്ട ഒരാൾ ഈ ഒരു മാർഗത്തിൽ കൂടെ നടക്കുന്നു. ആൾക്കാരെ അവിടുന്ന് ഇവിടുന്നൊക്കെ സെലക്ട് ചെയ്തു. അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ പുള്ളിയുടെ കയ്യിൽ എത്തപ്പെടുന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു സാധ്യത തന്നെയാണ്. പ്രകൃതിയുടെ സാർ ഹോസ്പിറ്റൽ ട്രാവൽ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ അല്ലാതെ പറ്റുകയല്ലോ. കാരണം ഞങ്ങളുടെ എക്സ്പീരിയൻസിനകത്ത് ആദ്യമേ ചെയ്യിക്കുന്ന ലെവലുകൾ അതൊക്കെയാണ്. ശിഷ്യന്മാരെ നടത്തിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക്. ഇതിനകത്ത് പലപ്പോഴും ഒരു ഇനിഷ്യേഷൻ എന്നുള്ള സാധനങ്ങൾ ഒരു ഈശ്വരൻ്റെ ഗ്രേസാണ്. ദർ ഇസ് നോ ക്ലെയിം ഫോർ എ ഗുരു. ഒരു ഗുരുവിൻ്റെ ക്ലെയിം ഒന്നുമില്ല. അത് അവരുടെ കാരുണ്യം സംഭവിക്കുന്നു. ഇപ്പോൾ പ്ലഗിനകത്ത് ഒരു സോക്കറ്റിനകത്തുകൊണ്ട് നമ്മൾ പ്ലഗ് കുത്തുന്ന പോലെയാണ്. ഈ ഇൻസ്ട്രുമെൻറ്റിലോട്ട് കറണ്ട് വരുന്നത് ഈ കുത്തുന്ന പ്ലഗിൻ്റെ ഇതല്ല, സോക്കറ്റിനകത്ത് കറണ്ട് ഉള്ളതുകൊണ്ടോ, അല്ലേ? അപ്പോൾ ഡിവൈനിറ്റി ചില കാര്യങ്ങളോടെ നടത്തുന്നതാണ്. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ വരണമെങ്കിൽ. മനസ്സിലായി. ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെ ഒരാൾ ഒരു പ്രാക്ടീസ് ചെയ്യുക, അല്ലേ? സ്വാഭാവികമായിട്ടും അതൊക്കെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ നമ്മൾ പോകേണ്ടതാണ്. ആസ്ട്രൽ പ്ലെയിനുകളിൽ ചിലപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട്, കാണാനുള്ളതുകൊണ്ട്. അപ്പോൾ അത് കണ്ടു നിൽക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കാറില്ലെന്ന് മാത്രം. ഞാനിത് കണ്ടു നിന്നേ. അപ്പോൾ നിന്ന് കഴിഞ്ഞിട്ട് എനിക്കങ്ങ് എന്താ ചെയ്യണ്ടേ, ഒറ്റപ്പെട്ടു പോയി ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. വളരെ ഇനി കാണണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ്. അതെങ്ങനെ പറഞ്ഞു തരണമെന്നോ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നോ സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. ആസ്ട്രൽ പ്ലെയിനുകൾ സ്വാഭാവികമായിട്ടും പ്രാക്ടീസുകളുടെ ആദ്യത്തെ ലെവലിലുള്ളതാണ്. കോസൽ പ്ലെയിനുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ കർമ്മങ്ങൾ എടുക്കേണ്ടി വന്നത്, അതിൻ്റെയൊക്കെ റീകറക്ഷൻ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ലെവലുകളുണ്ട്. ഇതൊക്കെ ബേസിക് പറഞ്ഞാൽ സിദ്ധി വിശേഷങ്ങളൊക്കെ പറഞ്ഞ പോലെ നമ്മളിതൊരു എക്സ്പീരിയൻസിൽ കണ്ടിരിക്കണം. ഇപ്പം അല്ലേ മാഡം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത്, അല്ലേ?
പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഒരു തലം കഴിഞ്ഞപ്പോൾ അവിടെ മുതൽ വളരെ ഭംഗിയാണ്. പിന്നെ എനിക്ക് തിരിച്ചു വരാനായിട്ട് താല്പര്യമില്ലാണ്ടായിപ്പോയി. അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം അതാണ്. ഇതിൻ്റെ പലപ്പോഴുള്ള പ്രശ്നങ്ങൾ ഈശ്വർ പുരി എന്നൊരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം IAS കാരനായിരുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ചെയ്തിരുന്ന ആളാണ്, അമേരിക്കൻ ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന് 2-3 തവണ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആസ്ട്രൽ പ്ലെയിനിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, തിരിച്ചു വരാൻ ആളില്ലെങ്കിൽ നിങ്ങളവിടെ വിസ്മരിക്കപ്പെട്ടാവും. ചിലപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ബർത്ത് കിട്ടുക. മനസ്സിലായോ? അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന് പലപ്പോഴും പറയും. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെ നിങ്ങളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ. ഉത്സവപ്പറമ്പിൽ കൈവിട്ടു പോയൊരു കുട്ടി, അതുപോലെ തന്നെ വേറൊരു എക്സ്പീരിയൻസും കൂടെയാണ്. അതും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയാൻ സാധിക്കത്തില്ല. ആസ്ട്രൽ ട്രാവൽ വേറൊരു ടൈമിലുള്ളതാണ്. അതിൽ എഗെയിൻ തനിയെ പോകുന്നല്ല, ആള് വന്ന് കൊണ്ടുപോവുക. പോയി ഒരു ടണൽ, ആ ടണലിൽ തുടക്കത്തിലൊക്കെ വളരെ ഡാർക്ക് സ്പേസാണ്. കുറേ ദൂരം നടന്ന് പോയി അവസാനം ഞാൻ തന്നെ ഓർത്ത്, ഷെടാ ഇതെന്താ അവസ്ഥ, ഒന്നും മനസ്സിലാവുന്നില്ല, ഭയങ്കര ഇരുട്ട്. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ വളരെ ബ്രൈറ്റ് ലൈറ്റാണ്. ആ ലൈറ്റിലൂടെ ഇങ്ങനെ നമ്മൾ നടക്കുന്നു, അങ്ങേ അറ്റെത്തി. അത് NDയിലൊക്കെ പലപ്പോഴും ND പലതുണ്ട്, ഫോൾസ് ഉണ്ട്, ട്രൂ ഉണ്ട്. പല ട്രൂ ഇപ്പോൾ ഇബൻ അലക്സാണ്ടർ പോലെയുള്ള കേസുകളിൽ, അല്ലെങ്കിൽ ഡോക്ടർ ജിൽബോൾട്ട് ടൈലർ, പിന്നെ അനിത മൂർജാനി, ഇങ്ങനെയുള്ള കേസുകളിൽ പലപ്പോഴും അങ്ങനെയുള്ള ഒറിജിനൽ NDയിൽ പലപ്പോഴും ഈ എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. ഇതിനകത്ത് പല എക്സിറ്റുകളുണ്ട്. ഒരു സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന പോലെയാണ്. ഓക്കെ, എക്സിറ്റ് ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും. മാഡം എന്നോട് പറയുന്നു, ഇപ്പം മാഡം ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, ഇടത് സൈഡിലോട്ട് ഇറങ്ങിക്കോ, കുറേ ദൂരം നടക്കാൻ പറയുന്നു. പക്ഷെ ഞാനിരിക്കുന്ന ഏറ്റവും ബാക്കിലാണ്, എൻ്റെ ഡോർ ഇതാണ്. അത് മനസ്സിലാക്കാതെയാണ് പറയുന്നതെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യേണ്ട വഴികൾ മാറിപ്പോകും അല്ലേ. അതുകൊണ്ട് പലപ്പോഴും പ്രാക്ടീസുകൾ, തേർഡ് ഐ പ്രാക്ടീസുകൾ, മൈൻഡ് ഫീൽഡുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഫീൽഡുകൾ നമ്മൾ എങ്ങോട്ടാണ് ചെല്ലുന്നത്. നമ്മുടെ ബ്രോഡ്മാൻസ് ഏരിയ ടെൻ എന്ന് പറയും ഇവിടെ. അപ്പോൾ അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ ഇപ്പോഴും നമുക്ക് മോഡേൺ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ബ്രോഡ്മാൻസ് ഏരിയ ടെൻ അപ്പം ലൂസ്ലി അറേഞ്ച്ഡ് ടിഷ്യൂസാണ്. പക്ഷേ ചിമ്പാൻസികളിൽ അല്ലെങ്കിൽ ഒറാങ്കുട്ടങ്ങളിൽ വളരെ തിക്ലിയാണ്. അഡ്വാൻസ്ഡ് സ്പീഷീസായ നമുക്കവിടെ ലൂസ്ലി അറേഞ്ച്ഡ് ടിഷ്യൂസാണ്. ഓക്കെ, ഇതെന്താണ് ഫീൽഡ് എന്നറിയത്തില്ല. പക്ഷേ ക്രിയായോഗയിൽ അല്ലെങ്കിൽ മറ്റുള്ള ചില ടെക്നിക്കുകളിൽ ഇതൊരു മൈൻഡ് ഫീൽഡ് തന്നെയായിട്ടാണ് പറയുക. ഓക്കെ, അപ്പം നിങ്ങൾ അതിനകത്തോട്ട് പലപ്പോഴും കിടക്കുന്ന ആസ്ട്രൽ ഫീൽഡുകളിലോട്ട് കിടക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ആസ്ട്രൽ ഫീൽഡിലോട്ട് കിടക്കും. പിന്നെ ഒരു ഗൈഡഡ് ആൾക്കാർ വേണം. അപ്പോൾ ഈ കേസിൽ അങ്ങറ്റത്തെ അല്ല, തേർഡ് ഐ ഓപ്പണിങ് ഇങ്ങനെയല്ല. തേർഡ് ഐ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് മേജർ ഏരിയാസ് ഉണ്ട്. പീനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തേർഡ് വെൻട്രിക്കുലർ കാവിറ്റി, ബ്രോഡ്മാൻസ് ഏരിയ ടെൻ, ഇങ്ങനെയുള്ള ചില ഗ്ലാൻഡുകളുടെ അലൈൻമെൻറ്റുകൾ. ഈ അലൈൻമെൻറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ DMTക്ക് ഒരു കാര്യം, DMTയുടെ ഒരു മോളിക്യൂൾ നിങ്ങൾ പുറത്തെടുത്ത് വെച്ച് ഒരു ഹാമർ കൊണ്ട് അടിച്ചാൽ അതിൽ നിന്ന് സപ്തവർണ്ണങ്ങളും പുറത്ത് വരും. 7 ഘടകങ്ങളുണ്ടാവും. ഓക്കെ, ഇപ്പം നിങ്ങളിത് DMT അവിടെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നോർമലി കാൽസിഫൈഡ് അല്ലാത്ത, ഇപ്പോൾ ഏജ് ആയിരിക്കുന്ന ഞാൻ പ്രാക്ടീസ് ചെയ്തേക്കാൾ വളരെ ഈസി ആയിരിക്കും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യും. മനസ്സിലായോ? കാരണം ഇത് കാണാനുള്ള സാധ്യത കൂടി. എൻ്റെ പീനൽ ഗ്ലാൻഡ് കാൽസിഫൈഡായി. ഇപ്പോൾ ഡീകാൽസിഫിക്കേഷൻ നടക്കുന്ന സമയമെടുക്കും അല്ലേ. ഒരു 50 വയസ്സ് 60 വയസ്സ് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് പഠിക്കണം എന്ന് പറയുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം നിങ്ങൾക്കിത് അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് വിഷൻസ് കിട്ടുന്നത്. കുട്ടികളിപ്പോൾ ഞാനും നിങ്ങളോട് പിണങ്ങുന്ന കുട്ടികൾ, നമ്മൾ കുട്ടികളാണ് കുട്ടികൾ. ഒരു മുട്ടായി കഷ്ണത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ ടോയ്ക്ക് നമ്മൾ വഴക്കുണ്ടാക്കി, ഞാൻ നിങ്ങളെ തല്ലി, നിങ്ങൾ കരഞ്ഞു, ആ 5 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ വൈരാഗ്യമില്ല, എന്നെ തിരിച്ചടിക്കാൻ വേണ്ടി നിങ്ങളവിടെ വിളിച്ചിരിക്കുകയല്ല അല്ലേ. നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയാലോ നേരെ തിരിഞ്ഞു പോകും. അപ്പം നിങ്ങളെ ശിശുക്കളെ പോലെ ആവണം. എങ്ങനെ? നിങ്ങൾ ആ ഇൻസിഡൻറ്റ് മനസ്സിനകത്ത് വൈരാഗ്യം വെക്കാതെ വളരെ പ്യൂർ ഹാർട്ട് ആവണം എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സോൾ കമ്മ്യൂണിക്കേഷൻ ക്ലയൻറ്റ്സ് വരുന്ന സമയത്ത് എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദയവ് ചെയ്ത് നിങ്ങളൊരു സിനിമാ തിയേറ്ററിൽ പോയി ഒരു ഫിലിം കാണുന്ന ഫീലിലൊന്നും വരരുത്. അങ്ങനെ നല്ലത്
ചില ആളുകൾ ചോദിക്കും 10 മിനിറ്റ് കൺസൾട്ടേഷൻ മതി. അപ്പം ഞാൻ ഓർക്ക് ഇതെന്താണ്, എന്ത് ലോജിക്കലി ഇത് ഈ പറയുന്നത്? അങ്ങനല്ല, അതിന് പ്രാർത്ഥനയും നമ്മുടെ മെഡിറ്റേഷനും കണക്ഷനൊക്കെ ആവണം. ബേബി മൈൻഡോട് കൂടി ഇരിക്കാൻ പറയും. അപ്പോൾ ഈ ബേബി മൈൻഡ് എന്താണ് എന്നുള്ളത് കാര്യത്തിനെ പറ്റി പലർക്കും അറിയില്ല. ബേബി മൈൻഡ് എന്ന് പറയുന്നത് ലൈഫ് നമ്മൾ ജനറലി നമ്മുടെ പ്രീവിയസ് മെമ്മറീസ് അല്ലേ, ഇത് വെച്ചിട്ടുള്ള എക്സ്പെക്റ്റേഷൻ, ഇത് വെച്ചിട്ട് നമ്മുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ. എന്താണ് മാഡം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് എന്താണ്? യുവർ എ പാക്ക് ഓഫ് മെമ്മറീസ് അല്ലേ. അതെ, ഇത് വെച്ച് നമ്മൾ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ ചെയ്തിരിക്കുകയാണ്. ഇത് രണ്ടും അല്ലാത്തൊരു സാധനമാണ് നമ്മൾ. കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വരാൻ പോകും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല, ഇത് ഈ പാക്ക് വെച്ച് ആയിരിക്കണം എന്നില്ല നാളത്തെ സംഭവങ്ങൾ. പക്ഷെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് രണ്ടും ഇല്ല ന്യൂട്രൽ ആകാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലേ, അതാണ് യഥാർത്ഥത്തിലൊരു ശിശുക്കളെ പോലെ ആവാൻ പറയാം. അങ്ങനെ അല്ലാതെ ഒരുവനും സ്വർഗത്തിൽ പ്രവേശിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്യൂർ ഹാർട്ട്, വിത്തൗട്ട് പ്യൂർ ഹാർട്ട് യു കനോട്ട് കം ടു മീ. അതുപോലെ വളരെ എടുത്തെടുത്ത് പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അർത്ഥം നമ്മൾ വളരെ 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 എന്താണ് പറഞ്ഞത്, നമ്മളൊരു ഉള്ളിലെ എല്ലാ മാലിന്യങ്ങളും കളയുക. ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് പലപ്പോഴും ഈ പ്രാക്ടീസുകളിലുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഈ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുക നമുക്കറിയില്ല. ഒരു നോർമൽ ആൾക്കാർക്ക് അറിയില്ല ഇതെങ്ങനെയാണ് നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ കർമ്മവാസനകൾ കിടക്കുന്നു, ഇതെല്ലാം നമുക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്താണ് മാർഗം? പ്യൂരിഫൈ ചെയ്യേണ്ട മാർഗ്ഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ചാൻഡിങ്ങുകൾ, ഒരുപാട് വൈബ്രേഷൻ, നമ്മൾ അനുകൂലമായ വൈബ്രേഷൻ, താളങ്ങളെല്ലാം ഇടുക, വാദ്യങ്ങൾ ഉപയോഗിക്കുക, സൗണ്ടുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ കർമ്മങ്ങൾ ഗ്രാജുവലി നമ്മളെ വിട്ടുപോകും അല്ലേ. മനസ്സിൻ്റെ പിടിമുറുക്കം, അറ്റാച്ച്മെൻറ്റ് കുറയും. നമ്മൾ കുറയ്ക്കാൻ വിചാരിച്ച് പറ്റിയല്ല. എനിക്ക് നാളെ മുതൽ എനിക്ക് ഇന്നത് വേണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്നതോടും അത് കൂടി വരും അല്ലേ. അല്ലെ തോട്ട് വരണ്ട എന്ന് പറയുമ്പോൾ തോട്ട് ലോറി പിടിച്ചു വരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ അത് നമ്മൾ നിർത്തുന്നത് എങ്ങനെയാണ്, അതാണ് എൻ്റെ ടെക്നിക്കുകൾ പലപ്പോഴും. ബിറ്റ്വീൻ ടു തോട്ട്സ് ദർ ലൈസ് ഡിവൈനിറ്റി എന്നാണ്. നിങ്ങൾക്ക് രണ്ട് ചിന്തകളുടെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കുക. ആ ഗ്യാപ്പ് കൂടി വരിക. അത് സൈലൻസിൽ കൂടി നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ചില മിണ്ടാമടങ്ങൾ പോലെയുള്ളവരൊക്കെ, ഫ്രാൻസിസ്കൻ സന്യാസിനിമാർ, ഇവരൊക്കെ ചെയ്യുന്ന ടെക്നിക്കൽ പലപ്പോഴും ഈ സൈലൻസിൽ കൂടിയാണ്. സൈലൻസ് ഈസ് എ വെരി മേജർ റോൾ. സയൻസിൽ വളരെ വളരെ ഒരു മേജർ റോളുണ്ട് ഈ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ കഴിവും നമ്മൾ പുറത്തുള്ള ചാറ്റിങ്ങുകൾ കുറയ്ക്കുക. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ അത് വലിയ കാര്യങ്ങളാണ്. കാരണം നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഈ രോഗങ്ങൾ കൂടി വരുന്നതിന് 2-3 കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന മൊബൈൽ, ടി വികളുടെ ഉപയോഗങ്ങൾ. കാരണം നമ്മൾ ആങ്സൈറ്റി കൂടി കഴിയുമ്പോൾ അഡ്രിനാലിൻ സെക്രീഷൻ ഉണ്ടാകും. അഡ്രിനാലിൻ സെക്രീഷൻ സബ്സൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളാണ് ആർത്രൈറ്റിസ് പോലുള്ള ഒരുപാട് കാര്യങ്ങളുടെ കോസറ്റീവ് ഏജൻറ്റ്, ക്യാൻസർ പോലുള്ള കാര്യങ്ങളുടെ അല്ലേ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് നമ്മളൊരു മോഡേൺ ലൈഫിൻ്റെ ഭാഗമാകണം. ആ കൂടെ തന്നെ ഭാഗികമായിട്ട് ഒരു പഴയ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ബിജു സാറിനോട് എനിക്കുള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ശരിക്കും ഒരു 40 വയസ്സിന് ശേഷമാണ് കൂടുതലും ആളുകൾ ആത്മീയത എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലും? ഒരു 20 വയസ്സിന് താഴെ, അതല്ലെങ്കിൽ 30 വയസ്സിനിടയ്ക്കൊക്കെ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്ന ആളുകൾ വളരെ കുറവാണ്. ചില ആളുകളുടെ കേസിൽ ഒരു 60-65 വയസ്സ് കഴിഞ്ഞിട്ടാകാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം ഞാൻ ഡെയിലി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ, എന്തുകൊണ്ടാണ് ആളുകൾക്ക് യഥാർത്ഥ ആത്മീയത അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ലൈഫിനെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അറ്റ്ലീസ്റ്റ് ഒരു 25-30 വയസ്സെങ്കിലും ആകുമ്പോൾ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ആ ഒരു ട്രാക്കിൽ പോകാൻ സാധിക്കും. അപ്പോൾ ആ ട്രാക്ക് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസ് ലഭിക്കാത്തത് കൊണ്ട്, ആ ഒരു കറക്റ്റ് ട്രാക്കിൽ പോകാത്തത് കൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് പ്രൊഫഷണലായാലും പേഴ്സണലായാലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ്? സ്വകാര്യ സാർ ഒരു കൗൺസിലറും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് സാർ നോട്ടീസ് ചെയ്തിട്ടുള്ള പ്രത്യേകതകൾ എന്തുകൊണ്ടാണ്? 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കുക്ക്ഡ് സിസ്റ്റമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നതാണ് നമ്മൾ പോകേണ്ടത്, ഒരു പ്രത്യേകമായ ട്രാക്കിലൂടെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ എന്ന് വെച്ചാൽ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കിട്ടുക, അത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തൊരു ജോലി കിട്ടുക, കല്യാണം കഴിക്കുക, ഫാമിലിയായി ജീവിക്കുക, അവസാനം അസുഖം മരിക്കുക, ഇതാണ് നമ്മുടെ ഒരു സ്ട്രീം.
അപ്പോൾ ഈ വഴിയിൽ നിന്ന് വിട്ട് ഡീവിയേറ്റഡ് തോട്ട്സിലേക്ക് പോകാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങൾ ഇവിടെ ഇല്ല. പഴയ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ ആശ്രമ സമ്പ്രദായങ്ങളിൽ ചെല്ലുമ്പോൾ ഉണങ്ങിയ ഒരു കമ്പ് കൊണ്ടാണ് വിദ്യാർത്ഥി പോകേണ്ടത്. അപ്പോൾ അവിടെ ആ കമ്പിനെ സമിത്തം എന്ന് പറയുന്നു. അപ്പോൾ ഗുരുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ജ്വലിക്കുന്ന ഹോമകുണ്ടത്തിലേക്ക് അത് ഇടുന്നു. അത് അപ്പോഴത്തന്നെ ഭസ്മമായി മാറുന്നു. അപ്പോൾ ഗുരു ഈ ഭസ്മം എടുത്ത് കുട്ടിയെ കൊടുത്തിട്ട് പറയുന്നത് ഭസ്മാന്ത്യം ശരീരം എന്നാണ്. അതായത് നിന്റെ ശരീരത്തിന്റെ സാധ്യത എന്ന് വെച്ചാൽ മാക്സിമം ഈ ഭസ്മമാവുക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനവിടെ പഠിക്കുകയാണ് എൻ്റെ ഈ ഭൗതികത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാനുണ്ട് എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ ഇന്നത്തെ സിസ്റ്റം എന്ന് പറയുന്നത് കുതിരയ്ക്ക് മറ്റേ ഇത് വെച്ച് കെട്ടുന്ന പോലെ ഒരു പ്രത്യേക ട്രാക്കിലേക്കാണ്. ഇനി രണ്ട്, പിന്നെ മനുഷ്യന് ഒരുപാട് മായ എന്ന് പറയുന്നതുകൊണ്ട് ജഗൻ മാതാവായ എന്താണ് മഹാദേവി തന്നെ ഇവിടെ മായയായിട്ട് അവതരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കുന്നത് എനിക്ക് ഒരുപാട് കരുത്തുണ്ട്, ആരോഗ്യമുണ്ട്, അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നു. ചിന്തിച്ചിട്ട് അവസാനം ഇതെല്ലാം പതുക്കെ പതുക്കെ നമുക്ക് മാറി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇതല്ല, ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഒരു സാധനം കാണും എന്നുള്ളൊരു കൗതുകം. അത് പ്രധാനമായിട്ടൊരു ഘടകമാണ്. കാരണം GM ഹോപ്കിൻസ് എന്ന് പറയുന്നൊരു ജസ്യൂട്ട് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കവിയും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ വിൻഹവർ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായൊരു കവിതയുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ മറ്റൊരു കവിത അദ്ദേഹം പറയുന്നുണ്ട്, ഫെലിക്സ് റാൻഡൽ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. 14 വരികളേ ഉള്ളൂ. അതിൽ അദ്ദേഹം കുതിരയുടെ ലാടം ഉണ്ടാക്കുന്ന ഒരാളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ട് അർത്ഥമാണ്. കാരണം ഇരുമ്പ് ഏറ്റവും ശക്തമായ അന്നത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മെറ്റലാണ്. രണ്ട്, കുതിര എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഈ ശക്തമായ മെറ്റലിനെ അടിച്ച് പരത്തി ഓടുന്ന കുതിരയുടെ ലാടം വെക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ എന്നേക്കാൾ വലിയ ഒരാളില്ല എന്നുള്ള ഭൗതികമായ സങ്കല്പങ്ങളുടെ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ഒരാളാണ് ഈ ഫെലിക്സ് റാൻഡൽ. പക്ഷേ അവസാനം ഏറ്റവും ഫെയ്റ്റൽ ആയിട്ടുള്ള ഒരു 4 അസുഖങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുമ്പോഴാണ് അദ്ദേഹം തകർന്നു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ദ പ്രീസ്റ്റ് ഈസ് കമ്മിങ് എന്നിട്ട് അദ്ദേഹം ഈ ഹോളി അനോയിൻറ്റിങ് കൊടുക്കുന്നു. അനോയിൻറ്റിങ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് റിപ്രീവ് ആൻഡ് റാൻസം എന്ന് പറയുന്ന 2 സംഗതികൾ പറഞ്ഞു കൊടുക്കുന്നു. അതായത് നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള മോചനദ്രവ്യം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 2, നിന്റെ മരണത്തോടുകൂടി, ഭൗതികമായ മരണത്തോടുകൂടി നീ മരിക്കുന്നില്ല എന്നൊരു സങ്കല്പം. അപ്പോൾ ഇത് രണ്ടും അദ്ദേഹത്തിന് നവജീവൻ കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ കവിതയിലുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്കുള്ളത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ സമ്പാദിച്ച ഏറ്റവും ഒടുവിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒന്നും അല്ല. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ, ഇനി അഥവാ സ്വർഗം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ എനിക്കും ഒരു ടിക്കറ്റ് വേണം. അപ്പോൾ ഇനി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഞാനിപ്പോൾ എന്തായാലും നിരീശ്വരവാദിയാണ്, ഇതൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിലും ഇൻ കേസ് അവിടെ ഉണ്ടെങ്കിലോ എങ്കിൽ അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഭക്തിയുടെ മാർഗം നേടുന്നു, നമ്മൾ പല കാര്യങ്ങൾ പോകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഭാരതീയ സങ്കല്പത്തിലുള്ള അവനവൻ ആരെന്നറിയുക ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും വേണ്ട. അവനവനെ കുറിച്ചുള്ള അറിവാണ് അറിവിൻ്റെ ആരംഭം. വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇടയ്ക്ക് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ആലോചിക്കുക, ഞാൻ ആരാണ്, എനിക്ക് എന്തുകൊണ്ട് ഈ കൈയും കാലും കിട്ടി, എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു കാലത്ത് ഞാൻ ജനിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഒരു രൂപം കിട്ടി, നമ്മുടെ ചുറ്റാലുള്ള ജീവികളും ഞാനും തമ്മിലുള്ള വ്യത്യാസം മതി. ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി, യു ആർ ഇൻ ദ ട്രാക്ക്. പക്ഷെ അതിന് പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള പഠനങ്ങളാണ് നമുക്ക് വരേണ്ടത് എന്നുള്ളതാണ് ഒരു അഭിപ്രായം. അതിനുവേണ്ടിയുള്ളൊരു എളിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ ESP പാരാനോർമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എളിയ ശ്രമം ആണെങ്കിലും അതൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു തികച്ചും വളരെ വലിയൊരു ശ്രമം തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും ചെറിയൊരു സേവനം അല്ല ചെയ്യുന്നത്. മാത്രമല്ല കൊള്ളാവുന്ന കുറച്ച് കാലിബറുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അത് വന്നു ചേരുന്നതാണ്, അത് ഡിവൈനാണ്. കാരണം അത് എനിക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ലേ. പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ആളുകൾ വരുന്നു, കണക്ട് ആവുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ്. ഇപ്പം എന്തായാലും നമുക്ക് ഞാൻ തന്നെ മാഡത്തിനെ കാണുന്നത് അതെ തീർച്ചയായിട്ടും വൈൽഡ് ഡ്രീം പോലെ. ഞാനും സത്യത്തിൽ എനിക്ക് തോന്നുന്നു അതുകൂടെ ഒന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരിക്കും. ഞാൻ ഇത്തവണ ഇപ്പോൾ വരാനായിട്ട് പ്ലാൻ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ അതാണ് ഈ ഏഞ്ചൽ ഗൈഡൻസ് ആയിട്ടൊക്കെ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ യാത്രയിൽ സാറിനെ കാണണം, മറ്റ് പല ആളുകളുണ്ടായിരുന്നു, അവരെയൊക്കെ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹവും സാധിച്ചു. ഈ നിമിഷം ഇങ്ങനെയാണ്, അതിനെ നമുക്ക് ആർക്കും മാറ്റാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ അതിലേക്ക് വലിച്ചിടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ വിശ്വസിക്കുന്ന അടിസ്ഥാന ബോധം അല്ലെങ്കിൽ ഈശ്വരൻ അതിന് വഴിയൊരുക്കുന്നതെന്ന് കൂട്ടിയാൽ മതി. തീർച്ചയായിട്ടും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാനല്ലേ? തീർച്ചയായും. സർ, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. പറയുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഉത്തരവാദിത്വം ഈശ്വരൻ സാറിനെയും ബിജു സാറിനെയും എന്നെയൊക്കെ ഈ ജന്മത്തെ ഏൽപ്പിച്ചു. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അത് പറഞ്ഞു തരുന്നു. സാറ് ബുക്ക് എഴുതുന്നുണ്ട്, ലെനിൻ സാറിൻ്റെ ബുക്കുണ്ട്, ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫി 24 ചാപ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലും നമുക്ക് ഈ കൺസൾട്ടേഷൻസിൻ്റെ ഡീറ്റെയിലും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
നിങ്ങൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു നമുക്കറിയാവുന്ന രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശമായിട്ട് വിജു സാറിൻ്റെ ബുക്കുമൊക്കെ മുന്നോട്ട് പോകുന്നതാണ്. അതോടൊപ്പം തന്നെ ദയവായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ പ്രധാനമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ആ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു മനസ്സോടെ തീർച്ചയായിട്ടും കാണിക്കുക. കാര്യം അതും ഈ ഒരു നിയോഗമാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ നിയോഗമാണ്. തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈ സമയങ്ങളും കാലങ്ങളും കഴിഞ്ഞ് യാത്ര ചെയ്യുന്ന ബിജു സാറിന് വേണ്ട സഹായങ്ങൾ, നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ, ലൈക്ക്, ഇതുകൊണ്ടൊക്കെയാണ് സാധിക്കുക. തീർച്ചയായിട്ടും അദ്ദേഹം ഇനിയും പുതിയ ആൾക്കാരെ കൊണ്ടുവരട്ടെ, പുതിയ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരട്ടെ, എല്ലാ ജനങ്ങളിലേക്കും ഇതെത്തട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും അടുത്ത കണ്ടതിന് നന്ദി. അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഡിസ്കഷനാണ്. സമയമാണ് ഒരു കൺസ്ട്രെയിൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്തായാലും. അപ്പോൾ പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ ഇതെല്ലാം ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം നമ്മൾ വളരെ വലിയൊരു പാരസ്പര്യത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് അജിത മാഡം നമ്മുടെ കൂടെ ഉണ്ട്. മാഡം പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ സാറ്, അതുപോലെ തന്നെ തെരേസ മാം. അപ്പോൾ ഇതിലെല്ലാം തന്നെ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്ത് കാണാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സർവ്വമത സാരമാണ് ആത്മാവബോധം, അല്ലാതെ മറ്റൊന്നുമില്ല. എല്ലാ മതങ്ങളിലും എല്ലാ ദർശനങ്ങളിലും എല്ലാ കാഴ്ചപ്പാടുകളിലും കാണുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആത്മാവബോധം മാത്രമാണ്. അപ്പം നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്ക് നമുക്ക് വരാൻ കഴിയുക. ഇപ്പോൾ ഈശ്വരന് വേണ്ടി യഥാർത്ഥത്തിൽ ഈശ്വരന് യാതൊരു വിധത്തിലുള്ള അനുയായികളുടെയും ആവശ്യമില്ല. അപ്പോൾ ഈശ്വരന് വേണ്ടി വലിയ വലിയ യുദ്ധങ്ങളുടെ ആവശ്യമില്ല. ഇപ്പം നമുക്കറിയാം, കത്തിയെരിയുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ അതൊരു കാർമിക് കണക്ഷനാണ്, അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ മനസ്സിനെ ജസ്റ്റ് ഒന്ന് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നിങ്ങളൊന്ന് ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പോകും. ഷെല്ലി പറഞ്ഞതുപോലെ അവർ സ്വീറ്റസ്റ്റ് സോങ്സ് ആർ ദോസ് ദാറ്റ് വി സിംഗ് ഫ്രം അവർ സാഡസ്റ്റ് തോട്ട്സ് എന്നാണ്. നമ്മുടെ ഏറ്റവും ദുഃഖാകുലമായ ചിന്തകളിൽ നിന്നാണ് ഏറ്റവും ഉദാത്തമായ കൃതികൾ ഉണ്ടാകുന്നത്. വാൽമീകി എപ്രകാരത്തിലാണ് രാമായണം എഴുതിയത്, അതിൽ ആ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്ന് താഴെ വീണ കാഴ്ചയാണ്. അപ്പോൾ ഇതുപോലെ എത്രയോ കാഴ്ചകൾ നമ്മളെ ദിവസവും പ്രചോദിപ്പിക്കാനായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാഴ്ചയിൽ നിങ്ങളുടെ കണ്ണുടക്കട്ടെ, അത് നിങ്ങളുടെ അകക്കണ്ണ് തുറപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന സാറിനും വൻകരകൾ താണ്ടിയോടെ തെരേസ മാഡത്തിനും ഇതിനെല്ലാം കാരണമാക്കി തന്ന ആ നിയോഗത്തിനും താങ്ക് യു.